നമസ്കാരം. 2022 ഓഗസ്റ്റ് മാസം മുതൽ ഞങ്ങൾ ചെയ്തു വന്നിരുന്ന സാവർക്കർ വീഡിയോയുടെ അവസാനത്തെ പതിപ്പാണിത്. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 75ലധികം വീഡിയോകളിലൂടെ സാവർക്കറെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. സാവർക്കർ ഒരേ സമയം വിപ്ലവകാരിയും ചരിത്രകാരനും സാമൂഹിക പരിഷ്കർത്താവും വാഗ്മിയും പ്രാസംഗികനും ഭാഷാ പരിഷ്കർത്താവും ഒക്കെയായിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സാവർക്കറോളം ത്യാഗങ്ങളും മൂന്നാം മുറകളും നേരിട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി നമ്മൾക്കില്ല. എങ്കിലും ഈ മഹാരഥനെ കുറിച്ച് മലയാളി തികച്ചും അജ്ഞനാണ്. അതുകൊണ്ട് തന്നെയാണ് സാവർക്കറെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ വീഡിയോ പരമ്പരയുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിയത്. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് വിപ്ലവകാരിയായ സാവർക്കറെയും സാമൂഹിക പരിഷ്കർത്താവായ സാവർക്കറെയും മാത്രമാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം അധികാരത്തിലെത്തിയ കോൺഗ്രസ് ഗവൺമെന്റുകൾ ഒരു തരത്തിലുമുള്ള സാവർക്കർ സാഹിത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. സാവർക്കറെ കുറിച്ച് എഴുതിയ സർക്കാർ ഉദ്യോഗസ്ഥർ നിയമ നടപടികൾ നേരിടേണ്ടി വന്നു. സാവർക്കർ കവിതകൾ ടെലികാസ്റ്റ് ചെയ്യുവാൻ മുൻകൈയെടുത്ത ആകാശവാണിയിലെ ഉദ്യോഗസ്ഥന്മാർ പിരിച്ചുവിടപ്പെട്ടു. സാവർക്കറിനോട് ബന്ധമുണ്ടായിരുന്നവർക്കെല്ലാം നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലം ദുരിതം അനുഭവിക്കേണ്ടി വന്നു. സാവർക്കറെ കുറിച്ച് പൊതുവിലും മലയാളത്തിൽ പ്രത്യേകിച്ചും വളരെ പരിമിതമായ പഠനങ്ങളെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സാവർക്കറെ കുറിച്ച് സുദീർഘമായ ഒരു പരമ്പര ചെയ്യുവാൻ അതിൻ്റെതായ പരിമിതികളും ബുദ്ധിമുട്ടുകളും സ്വാഭാവികമാണ്. സാവർക്കർ 83-ാം വയസ്സിലാണ് ഇഹലോകവാസം വെടിയുന്നത്. എങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ സ്വതന്ത്രനായി പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ ലഭിച്ച സമയം വളരെ കുറവായിരുന്നു. അതുതന്നെയാണ് സാവർക്കറിനെ മറ്റ് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. തന്റെ 16-ാം വയസ്സിലാണ് ഒരു മുഴുവൻ സമയ വിപ്ലവകാരിയായി സാവർക്കർ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പ്രവേശിക്കുന്നത്. എന്നാൽ 27-ാം വയസ്സിൽ 50 കൊല്ലത്തെ ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ട് അദ്ദേഹം ആൻഡമാനിലെ കാലാപ്പാനിയിലെത്തപ്പെട്ടു. ഒരുപക്ഷെ നിങ്ങളിൽ ആരും തന്നെ വിശ്വസിക്കില്ല, മഹാത്മാഗാന്ധി മുന്നോട്ട് കൊണ്ടുപോയ പല ബഹുജന പ്രക്ഷോഭത്തിന്റെയും ഉപജ്ഞാതാവ് സാവർക്കറായിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, വിദേശ വസ്ത്രങ്ങൾ കത്തിക്കുക, ഈ സമരമാർഗം ആദ്യമായി ഭാരതത്തിൽ പരീക്ഷിച്ചത് സാവർക്കറാണ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് 1906 ഒക്ടോബർ മാസം 1 പൂനെയിൽ വെച്ച് അതിന്റെ പേരിൽ വിദേശ വസ്ത്ര ബഹിഷ്കരണത്തിന്റെ പേരിൽ ആദ്യമായി സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഭാരതീയ വിദ്യാർത്ഥി സാവർക്കറായിരുന്നു. ഈ സംഭവത്തിന് ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷമാണ് വിദേശ വസ്ത്ര ബഹിഷ്കരണം കോൺഗ്രസിന്റെ സമരമാർഗമാകുന്നത്. ബ്രിട്ടീഷുകാരുമായി നിസ്സഹകരിക്കുക എന്ന സമരമാർഗം ആരംഭിക്കുന്നതും സാവർക്കറാണ്. അതിന് ഏതാണ്ട് 14 കൊല്ലങ്ങൾക്ക് ശേഷമാണ് നിസ്സഹകരണം കോൺഗ്രസിന്റെ സമരമാർഗമായി മഹാത്മാഗാന്ധി സ്വീകരിക്കുന്നത്. ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ആദ്യ ശബ്ദം സാവർക്കറുടേതായിരുന്നു. അധകൃതനെ മനുഷ്യനാക്കിയത് സാവർക്കറാണ്. അധകൃതനെ പൂണൂലിടിയിച്ചത് സാവർക്കറാണ്. അധകൃതർക്ക് വേണ്ടി ക്ഷേത്രങ്ങൾ പണിതത് സാവർക്കറാണ്. ഹിന്ദു സമാജത്തിൽ മിശ്ര ഭോജനവും മിശ്ര വിവാഹവും നടപ്പിലാക്കിയത് സാവർക്കറാണ്. ഹിന്ദിയെ ദേശീയ ഭാഷയാക്കുക എന്ന ആശയം സാവർക്കറുടേതാണ്. അക്കാലത്ത് ഹിന്ദി എഴുതിക്കൊണ്ടിരുന്നത് പേർഷ്യൻ ലിപികളിലായിരുന്നു. ഹിന്ദി ദേവനാഗരി ലിപികളിൽ എഴുതുവാൻ ആരംഭിക്കുന്നത് സാവർക്കറാണ്. ഭാരതത്തിനു വെളിയിൽ ബ്രിട്ടീഷ് എംപയറിനെതിരെ ആദ്യമായി വിപ്ലവ പ്രവർത്തനം തുടങ്ങുന്നത് സാവർക്കറാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് 3 സഹോദരന്മാരെ സംഭാവന ചെയ്ത സാവർക്കർ കുടുംബത്തെ പോലെ നമുക്ക് മറ്റൊരു കുടുംബമില്ല. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യത്തെ സംഘടിത വിപ്ലവ സംഘടന ആരംഭിക്കുന്നത് സാവർക്കറാണ് തന്റെ 16-ാം വയസ്സിൽ. ലെനിനും അതാതുർക്കും അടക്കം ഇംഗ്ലീഷുകാരുടെ ശത്രുക്കളെ ചേർത്തൊരു അന്താരാഷ്ട്ര വിപ്ലവ സംഘടന ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി ആദ്യമായി മുന്നിട്ടിറങ്ങിയത് സാവർക്കറാണ്. 1910-ൽ സാവർക്കർ അറസ്റ്റ് ചെയ്യപ്പെട്ട് 50 കൊല്ലത്തേക്ക് ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിരുന്നില്ല എങ്കിൽ 1-ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ, അതായത് 1919 കാലഘട്ടത്തോടെ ഭാരതം വിപ്ലവത്തിൽ കൂടെ സ്വതന്ത്രയായനെ. 2 ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട, അതായത്
50 കൊല്ലം തടവിന് വിധിക്കപ്പെട്ട ഒരേയൊരു സ്വാതന്ത്ര്യ സമര സേനാനി സാവർക്കർ മാത്രമാണ്. തന്റെ ആശയങ്ങൾക്ക് വേണ്ടി തന്റെ എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളും നഷ്ടപ്പെട്ട ഒരേയൊരു സ്വാതന്ത്ര്യ സമര സേനാനിയും സാവർക്കറാണ്. 1857 വിപ്ലവത്തിന്റെ ചരിത്രം ആദ്യമായി എഴുതുന്നത് സാവർക്കറാണ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ ആക്ഷേപിച്ചു വിളിച്ചിരുന്ന മഹത്തായ വിപ്ലവത്തിനെ ഭാരതത്തിന്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്ന് പുനർനാമകരണം ചെയ്തത് സാവർക്കറാണ്. പൂർണ്ണ സ്വരാജ് ആണ് ഭാരതത്തിന് വേണ്ടതെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് സാവർക്കറാണ്. അതിനും ഏതാണ്ട് 27 കൊല്ലങ്ങൾക്ക് ശേഷമാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വാദിക്കപ്പെട്ട ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ തടവുകാരന്റെ കേസ് സാവർക്കറുടേതാണ്. സാവർക്കർക്ക് വേണ്ടി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഹാജരായത് കാൾ മാർക്സിന്റെ ചെറുമകനായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ആദ്യമായി ഒരു ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് സാവർക്കറാണ്. 1907 ഓഗസ്റ്റിൽ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് കോൺഫറൻസിലാണ് ആ പതാക ആദ്യമായി ഉയർത്തുന്നത്. സൈനിക സേവനത്തിലൂടെ വിപ്ലവകാരികളെ പരിശീലിപ്പിക്കുക എന്ന ആശയം ആദ്യമായി പരീക്ഷിച്ചത് സാവർക്കറാണ്. ഇന്ത്യൻ വിപ്ലവകാരികൾക്ക് വേണ്ടി ആദ്യമായി ഒരു ബോംബ് മാനുവൽ ഉണ്ടാക്കുന്നതും അവരെ ബോംബ് ഉണ്ടാക്കുവാൻ പഠിപ്പിക്കുന്നതും സാവർക്കറാണ്. ഭാരതത്തിന് വെളിയിൽ വെച്ച ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി മദൻലാൽ ധിംഗ്ര സാവർക്കറുടെ അഭിനവ് ഭാരത് എന്ന വിപ്ലവ സംഘടനയിലെ അംഗമായിരുന്നു. ഹിന്ദിയിലും മറാത്തിയിലും നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാക്കുകളുടെയും സൃഷ്ടാവ് സാവർക്കറാണ്. ഡാക്ഘറും ദൂരദർശനും അടക്കം 10,000-ഓളം പുതിയ വാക്കുകൾ ഹിന്ദിയിലും മറാത്തിയിലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് സാവർക്കറാണ്. സെല്ലുലാർ ജയിലിൽ വലിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതും പിന്നീട് സെല്ലുലാർ ജയിൽ തന്നെ അടച്ചുപൂട്ടുവാൻ കാരണമായതും സാവർക്കർ തടവുകാരനായിരിക്കെ ജയിലിൽ നടത്തിയ വലിയ പ്രക്ഷോഭങ്ങളായിരുന്നു. ആ നിലയ്ക്ക് ഇന്ത്യൻ ജയിൽ പരിഷ്കരണങ്ങളുടെ പിതാവും സാവർക്കറാണ്. കാലാപാനിയിലെ തടവുകാലത്ത് ഒരു ഇളവ് പോലും ലഭിക്കാത്ത ഒരേ ഒരു തടവുകാരൻ സാവർക്കറായിരുന്നു. ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും കാലാപാനിയിൽ കടന്നിട്ടില്ല. ഭാരതത്തിന്റെ സാംസ്കാരിക ദേശീയത ഹിന്ദുത്വ ആണെന്ന് ആദ്യമായി പറഞ്ഞത് സാവർക്കറാണ്. ഹിന്ദുത്വയുടെ ഉപജ്ഞാതാവ് സാവർക്കറാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പെൻഷൻ നിഷേധിച്ച ഒരേ ഒരു തടവുകാരൻ സാവർക്കറാണ്. ഗാന്ധിജിക്ക് 100 രൂപ പെൻഷൻ അനുവദിച്ചിരുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമ്മൾ യഥാർത്ഥത്തിൽ കടപ്പെട്ടിരിക്കുന്നത് നേതാജിയോടും സാവർക്കറിനോടുമാണ്. സാവർക്കർ നടത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാരതവൽക്കരണമാണ് INA-യുടെ അന്തിമ പോരാട്ടത്തിൽ സഹായിച്ചതും ഭാരതത്തിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചതും. സാവർക്കറുടെ നിർദ്ദേശപ്രകാരമാണ് നേതാജി ഭാരതം വിടുന്നതും ജർമ്മനിയുമായി ചേർന്ന് സായുധ കലാപം സംഘടിപ്പിക്കുന്നതും. സാവർക്കർ മാത്രമാണ് ഭാരതത്തിന്റെ വിഭജനത്തിനെ അവസാനം വരെ എതിർത്തതും ഒഴിവാക്കാൻ ശ്രമിച്ചതും. ഡോക്ടർ BR അംബേദ്കർ എഴുതിയ ഭരണഘടനയ്ക്ക് മുൻപ് 1944 സ്വതന്ത്ര ഭാരതത്തിനു വേണ്ടി ഒരു ഭരണഘടന എഴുതി തയ്യാറാക്കിയത് സാവർക്കറുടെ നേതൃത്വത്തിലാണ്. സാവർക്കർ ഒരു റിച്വലിസ്റ്റിക് മതവിശ്വാസിയായിരുന്നില്ല. അദ്ദേഹം മതങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളിൽ വിശ്വസിച്ചിരുന്നു. ഖുറാൻ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം രചിച്ച ഗസലുകൾ ഇന്ന് കണ്ടുകിട്ടിയിട്ടുണ്ട്. സാവർക്കർ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരായിരുന്നില്ല. മുസ്ലിം ലീഗ് ഭാരതത്തെ വിഭജിക്കുവാൻ ശ്രമിച്ചപ്പോൾ സാവർക്കർ നടത്തിയ പ്രസ്താവനകളാണ് സാവർക്കറിൽ മുസ്ലിം വിരോധം ആരോപിക്കുവാൻ ഇന്ന് പലരും ഉപയോഗിക്കുന്നത്. ഭാരതത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ പുലർത്തിയിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു സാവർക്കറും മഹാത്മജിയും. രണ്ടുപേരും ഭാരതത്തിന് പുറത്ത് ധാരാളം വർഷം പ്രവർത്തിച്ച് പരിചയമുള്ളവരായിരുന്നു. രണ്ടുപേരും ഹിന്ദു എന്ന ബോധത്തിൽ വിശ്വസിക്കുകയും അഭിമാനിക്കുകയും ചെയ്തവരായിരുന്നു. രണ്ടുപേരും ദേശീയോദ്ഗ്രഥനത്തിന് ഹിന്ദി ദേശീയ ഭാഷയാകണം എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. രണ്ടുപേരുടെയും ആദ്യ ഗ്രന്ഥം പുറത്തു വരുന്നത് 1909 മഹാത്മാഗാന്ധിയുടെ ഹിന്ദ് സ്വരാജും സാവർക്കറുടെ 1857 വിപ്ലവത്തിന്റെ ചരിത്രവും. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു, സ്വരാജ്. എന്നാൽ മാർഗം വ്യത്യസ്തങ്ങളായിരുന്നു. മഹാത്മാഗാന്ധി അഹിംസയുടെ വക്താവായിരുന്നു. സാവർക്കർ സായുധ വിപ്ലവത്തിന്റെയും. രാജ്യത്തിന് ഒരു സൈന്യമേ വേണ്ട എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. എന്നാൽ ഒരു ശക്തമായ സൈന്യത്തിന് മാത്രമേ ശക്തമായ ഒരു രാജ്യം കെട്ടിപ്പടുക്കുവാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ച വ്യക്തിയായിരുന്നു സാവർക്കർ.
കോൺഗ്രസ്സുകാർ പരാതിയും പ്രാർത്ഥനയുമായി ബ്രിട്ടീഷുകാരുടെ മുന്നിൽ അപേക്ഷിച്ച് നടക്കുന്ന കാലത്ത് കംപ്ലീറ്റ് ഫ്രീഡം, പൂർണ്ണ സ്വരാജ് ആണ് ഭാരതത്തിന്റെ ആവശ്യം എന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സാവർക്കറാണ്. ഭാരതം ഒരു മഹത്തായ ഭരണഘടനാ റിപ്പബ്ലിക്കാണ് എന്ന കാഴ്ചപ്പാട് ആദ്യമായി അവതരിപ്പിച്ചത് സാവർക്കറാണ്. 1908 1910 സവർക്കറെ 50 കൊല്ലം ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട് കാലാപാനിയിലേക്ക് നാട് കടത്തപ്പെടുമ്പോൾ ഗാന്ധിജി നമ്മുടെ ദേശീയ സമരത്തിൽ തികച്ചും അപ്രസക്തനായിരുന്നു. എന്നാൽ 1920 തിലകന്റെ മരണത്തിന് ശേഷം കോൺഗ്രസിന്റെ പൂർണ്ണ നിയന്ത്രണം ഗാന്ധിജിയുടെ കൈകളിലായി. സവർക്കർ ആധുനികതയുടെയും ശാസ്ത്രത്തിന്റെയും പ്രോക്താവായിരുന്നു. മതപരമായ ആചാരങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തുവാൻ വാദിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹം രാജ്യത്തിന്റെ സൈനികവൽക്കരണത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു. ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ വ്യക്തിയായിരുന്നു. എന്നാൽ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്ത സമീപനമായിരുന്നു ഗാന്ധിജിയുടേത്. ഗാന്ധിസത്തിന്റെ അടിസ്ഥാനം വിശ്വാസവും മതവും അഹിംസയുമായിരുന്നു. ജാതി വ്യവസ്ഥയെ ഗാന്ധിജി തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. മഹാത്മാഗാന്ധി ആധുനിക ശാസ്ത്രത്തിൽ എത്രമാത്രം പ്രതിജ്ഞാബദ്ധമായിരുന്നു എന്ന കാര്യത്തിലും സംശയമുണ്ട്. യഥാർത്ഥത്തിൽ സ്വതന്ത്ര ഭാരതം സവർക്കറുടെ കാഴ്ചപ്പാടാണ് പിന്തുടരുന്നത്, ഗാന്ധിജിയുടേതല്ല. എക്കണോമിക് ലിബറലൈസേഷനും പൊക്രാനിലെ ന്യൂക്ലിയർ ടെസ്റ്റും നമ്മുടെ സ്പേസ് പ്രോഗ്രാംസും രാജ്യത്തിന്റെ മിലിറ്ററൈസേഷനും ഒക്കെ സവർക്കറുടെ ചിന്തയോട് ചേർന്ന് നിൽക്കുന്നതാണ്, ഗാന്ധിജിയുടേതിനോടല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അഹിംസയും സോഷ്യലിസവുമാണെന്ന് സവർക്കർ കരുതിയിരുന്നില്ല. ആവശ്യമുള്ളിടത്ത് ആവശ്യത്തിന് ഹിംസയും അഹിംസയും ഉപയോഗിക്കാം. സ്വതന്ത്ര ഭാരതത്തിൽ ഒരു പ്രശ്നവും പൂർണ്ണമായും ഗാന്ധിയൻ മാർഗത്തിൽ നാം പരിഹരിച്ചിട്ടില്ല. പാകിസ്ഥാനെയും ചൈനയും ആഭ്യന്തര പ്രശ്നങ്ങളെയും നാം നേരിട്ടത് അഹിംസയിലൂടെയല്ല, സായുധ മാർഗത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് മഹാത്മജിയുടെ സ്വന്തം നാട്ടുകാർക്ക് പോലും അഹിംസ പരീക്ഷിക്കുവാൻ സാധിക്കാത്തത്? കാരണം പൂർണ്ണമായ അഹിംസ പ്രായോഗികമല്ല. ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നു. വീര സവർക്കർ എന്ന വിപ്ലവകാരികളുടെ രാജകുമാരനെ കുറിച്ച് ധാരാളം വിവരങ്ങൾ മലയാളികളുടെ മുന്നിലെത്തിക്കുവാൻ സാധിച്ചു. കഴിഞ്ഞ 3 കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തനം സ്വാർത്ഥകമായി എന്ന് കരുതുന്നു. ഈ വീഡിയോകൾ പ്രസിദ്ധീകരിക്കാൻ സന്മനസ് കാട്ടിയ ശ്രീ VK ബൈജുജിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ വിക്രം സമ്പത്തിന്റെ വളരെ ബൃഹത്തായ 2 വോളിയം സവർക്കർ ബയോഗ്രഫീസാണ് ഈ വീഡിയോകൾക്ക് ആധാരം. അതിനെ കൂടാതെ സവർക്കർ എഴുതിയതും സവർക്കറിനെ കുറിച്ച് എഴുതിയതുമായ ധാരാളം പുസ്തകങ്ങളും നാഷണൽ ആർക്കൈവ്സിൽ ലഭ്യമായ സവർക്കർ ഫയൽസുകളും ഈ വീഡിയോകളുടെ നിർമ്മാണത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ബഹുമുഖമായ സവർക്കറുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുക. നിങ്ങളുടെ പഠനങ്ങൾ മലയാളികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അദ്ദേഹത്തെക്കുറിച്ച് ആനുകാലികങ്ങളിൽ എഴുതുക. എൻ്റെ അറിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാനത് ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ദൈവം ഭാരതത്തെ അനുഗ്രഹിക്കട്ടെ. വീരവിനായക സവർക്കർ, അങ്ങയെ ഞങ്ങൾ പ്രണമിക്കുന്നു.